നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോക്താക്കളുള്ള ഒരു ജില്ലയാണ്. മലപ്പുറം പാക്കേജ് എന്ന പേരിൽ തന്നെ മലപ്പുറം ജില്ലയിലെ വൈദ്യുതി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വലിയ തോതിലുള്ള പ്രചാരണങ്ങൾ നടന്നിരുന്നു. ദ്യുതി സ്പെഷ്യൽ എന്ന പേരിൽ നടന്ന ഈ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ലൈൻ വലിക്കുന്നത് ഉൾപ്പെടെയുള്ള വൈദ്യുതി വിതരണത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇന്നേ വരെ ഇത് കോൺട്രാക്ടർമാർ ടെൻഡർ എടുക്കുന്നതിലേക്ക് മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം GST ഉൾപ്പെടെ വന്നതോടുകൂടി ഇത് കോൺട്രാക്ടർമാർക്ക് എടുക്കാൻ സാധിക്കാത്ത വിധത്തിലേക്ക് സാമ്പത്തിക ബാധ്യത വരും എന്നുള്ളതാണ് പ്രശ്നമായിട്ടുള്ളത്. ഇത് പരിഹരിക്കാൻ വേണ്ടി നിരവധിയായിട്ടുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്നത്തെ അതിൻ്റെ സാഹചര്യം എന്താണ്? ഇത് മുന്നോട്ട് പോകാൻ സർക്കാരിന് സാധിക്കുമോ? ഇതിലെ നിലവിലുള്ള സാഹചര്യം എന്താണെന്ന് വ്യക്തമാക്കാമോ? സർ, മലപ്പുറം, കാസർഗോഡ്, ഇടുക്കി ജില്ലകളിൽ വൈദ്യുതി പ്രസരണ വിതരണ മേഖലയിൽ സമഗ്രമായ വികസനം ആവശ്യമാണ്. ഇത് ലക്ഷ്യമിട്ടുകൊണ്ട് KSEB 1023 കോടി രൂപയുടെ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മെമ്പർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടെൻഡർ നടപടികളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ദൗർഭാഗ്യവശാൽ ടെൻഡർ ഏറ്റെടുക്കാൻ കഴിവുള്ള കരാറുകാരൻ ഇതുവരെ മുന്നോട്ട് വരാത്തത് വലിയൊരു തടസ്സമാണ്. പക്ഷേ കരാറുകാരെ മറ്റു തരത്തിൽ സ്വാധീനിച്ച് കരാർ ഏറ്റെടുക്കാനുള്ള നിർബന്ധം ചെലുത്താനുള്ള പരിമിതി അങ്ങേക്ക് നന്നായി അറിയാവുന്നതാണ്. താങ്കൾ കൂടി ഇടപെട്ടുകൊണ്ട് പറ്റിയൊരു കരാറുകാരനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ നമുക്ക് ആ പ്രവർത്തനം വളരെ വേഗത്തിൽ ആരംഭിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്.